പറയാൻ. വെറുതെ സ്കോറിന്റെ കാര്യമാണ്. ഹലോ, ഞാനാ ശകുന്തള. ഹലോ, ഞാനിവിടെ കുട്ടികളെ ഫയർ ചെയ്യുക. അതാ ശബ്ദം അല്പം കടുത്തുപോയത്. ഓഫീസിൽ ഫ്രീ ആണേൽ അങ്ങോട്ട് വരട്ടേന്ന് ചോദിക്കാൻ വിളിച്ചതാ. വേണ്ട, ഇപ്പൊ വരണ്ട. കുരിശുകൾ പോട്ടെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. റോങ് നമ്പർ. ഇനി മുതൽ ഒരു കാര്യം ചെയ്യാം. എന്താ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കോഴ്സിന്റെ രീതികളൊക്കെ ഒന്ന് മാറ്റാം. ഫസ്റ്റ് ഇയർ അപ്രോച്ച് ഓഫ് ലവ്, സെക്കൻഡ് ഇയർ ലവ് വിത്ത് പ്രാക്ടിക്കൽ, തേർഡ് ഇയർ ലവ് ഫെയിലിയർ. ഈസ് ഇറ്റ് ഓക്കെ? സാർ പ്ലീസ്, മതി സാറിന്റെ വാചകം മതി. ഈ പ്രായത്തിൽ സാറ് വലിക്കുന്ന 11 kV ലൈനല്ലേ? ഇപ്പൊ തന്നെ സാറ് വന്ന ഫോൺ കോൾ റോങ് നമ്പർ അല്ലെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. അതാ ശകുന്തള ദേവി ടീച്ചറല്ലേ? ശവങ്ങൾക്കെല്ലാം അറിയാം. ഇതിപ്പോ പ്രശ്നം നീരജയുടെ മേത്ത് കുഞ്ഞുമോ വണ്ടി കയറ്റിയതാ. വണ്ടി കയറ്റിയതല്ലോ, കേറിപ്പോയതല്ലേ. ഒരു കയ്യബദ്ധം. നീ അവന്റെ ആളല്ലേ, നീ അങ്ങനെ പറയൂ. സർ, കുഞ്ഞുമോനെതിരെ എന്ത് ആക്ഷൻ എടുക്കാൻ പോകുന്നേ? അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ഓക്കെ, ഞാൻ കുഞ്ഞുമോനെ വിളിച്ച് ഒന്ന് ഗുണദോഷിക്കാം. അവൻ സാറിന്റെ ഷേപ്പ് മാറ്റും. അതിനുള്ള ധൈര്യം സാർ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ അവനും സാറും ഈ കോളേജും നന്നായെന്നെ. പോലീസിൽ പരാതിപ്പെടണം, ഞങ്ങൾ സാക്ഷി പറയാം. ക്യാമ്പസിൽ പോലീസിനെ കയറ്റുന്നതിനോട് എനിക്ക് അഭിപ്രായമല്ല. കുഞ്ഞുമോൻ ഇനി പ്രശ്നം ഉണ്ടാക്കില്ല. ആ നീരജ കുട്ടിയോട് ഞാൻ വിളിച്ച് സംസാരിക്കാം. ഒന്നുമല്ലെങ്കിലും നിങ്ങളെക്കാൾ പ്രായത്തിൽ ഒരു അല്പം മൂത്തതല്ലേ ഞാൻ. ഇവിടെ പ്രായത്തെയെങ്കിലും ബഹുമാനിക്ക്. പോരെങ്കിൽ പ്രിൻസിപ്പളും അല്ലേ? വല്യച്ഛന്റെ കൂടെ പഠിച്ചതാ. പൂരികം വരെ ഡയ്യ. എന്താടാ പറഞ്ഞേ? ഒന്നുമില്ല സർ. എന്നാ ചെല്ലേ. ആക്ഷൻ ഒന്നും എടുക്കാൻ. പ്രായത്തെ മാനിക്കാൻ പറഞ്ഞോണ്ട് ചോദിക്കാം. എല്ലാം കൂടെ എത്ര വരും സാറേ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ ആ ശകുന്തള ടീച്ചറോട് ചോദിക്കാം. അതാവുമ്പോ കറക്റ്റ് അറിയാലോ. എന്റെ എല്ലാ തരികിടകളും ഇവന്മാര് പഠിച്ചു വെച്ചേക്കുക. ഗുഡ് മോർണിംഗ് ഐഷു. ഗുഡ് മോർണിംഗ്. ഇന്നലെ ആ വെള്ളിക്കണ്ണൻ ചെക്കൻ കുളം തോണ്ടിയെന്ന് കേട്ടു. ഞാനായിരിക്കണം പ്രിൻസിപ്പൾ. അടിച്ചവന്റെ പല്ല് മുഴുവൻ താഴെ തന്നെ. അങ്കിൾ, യു ആർ സോ സ്വീറ്റ്, സോ സ്മാർട്ട്. ഐ ലവ് യു. 20 കൊല്ലം മുമ്പായിരുന്നെങ്കിലേ മീറ്റൂന്ന് ഞാനും പറഞ്ഞേനെ. 20 വർഷത്തിന് ഇപ്പുറത്തുള്ളവരെവിടെ ഉണ്ട്? അവരൊന്നും പാർക്കും വേണ്ടല്ലോ. ഇപ്പൊ അങ്കിൾമാർക്കാ ഡിമാൻഡ്. പോടാ ഗുരുവേ ശരണം. ഇതാ മോളെ. ഐഷുവിനെ കാണുമ്പോ ഒരു കാര്യം പറയാനിരിക്കായിരുന്നു. അയ്യോ, പച്ചക്കള്ളം. എന്നും വരുന്നയാളെ കണ്ടില്ല എന്ന് പറയുന്നത് അതിലും വലിയ കള്ളം. അച്ഛനൊരു ലോഹ്യം പറഞ്ഞ് കുടുങ്ങിയതാ. ഇതല്ല, എന്തോ പറയാനുണ്ട് ഞങ്ങളുടെ മുഖത്തുണ്ട്. മോക്കത് മനസ്സിലായല്ലേ? ഇവക്ക് ലില്ലിക്കുട്ടി എന്നല്ല പേരിടേണ്ടത്, ലില്ലിപ്പുട്ടെന്ന. അതെന്തോ ലില്ലിപ്പുട്ട്? ഈ അരിപ്പുട്ട് ഗോതമ്പുട്ടെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലൊരു പുട്ട്. മോൾ ശ്രദ്ധിച്ചു കേട്ടോ. എന്റെ ഒരു പ്രിയ സുഹൃത്ത് ഷാജഹാനുണ്ട്. വലിയ ബിസിനസ്സുകാരനാ. അയാളുടെ ഒരു മകൻ ഷമീർ. അവനിപ്പോ എംടെക് കഴിഞ്ഞ് നിൽക്കുക. കുട്ടപ്പൻ ചക്കനാ. നിന്നെ അവന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ എന്നൊരു തോന്നൽ. എന്താ?